ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. ദേശീയതയുടെ ഏറ്റവും പവിത്രമായ ഒരു ചിഹ്നമായ ഭാരതാംബയെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇടത് നേതാക്കൾ, പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി ചെയ്തത് തന്നെയാണ്. രാജ്ഭവനിൽ നിന്നും പ്രോട്ടോകോൾ ലംഘനം അടക്കം നടത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നൊരു സാഹചര്യമുണ്ട്. അതിനുശേഷം ഭാരതാംബയെ നിരന്തരമായി, അല്ലെങ്കിൽ ഭാരതാംബ എന്ന സങ്കല്പത്തെ നിരന്തരമായി അവഹേളിക്കുന്ന ഒരു സ്ഥിതി വിശേഷം കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ ശിവൻകുട്ടി ചെയ്തത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. ഭാരതാംബയെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിൽ മുസ്ലിം സമൂഹം സന്തോഷം പങ്കുവയ്ക്കും, ഞങ്ങൾക്ക് വോട്ട് കിട്ടും, RSS വിരുദ്ധ മനോഭാവത്തിന്റെ ചാമ്പ്യന്മാർ ഞങ്ങളാണ്, ഹിന്ദു വിരുദ്ധതയുടെ ചാമ്പ്യന്മാർ ഞങ്ങളാണ് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്നലെ ശിവൻകുട്ടി ചെയ്തത്. എന്നാൽ അതേ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അവരുടെ DNA-യിൽ ഭാരതാംബയില്ല, ഭാരതവും ഇല്ല. ഇത് ചരിത്രം എല്ലാ കാലഘട്ടത്തിലും തെളിയിക്കുന്നതാണ്. ഇന്നലത്തെ ഒരു ചർച്ചയിൽ പി ജയരാജൻ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ചോദിക്കുന്നത് കേട്ടു, ഭാരതം ഒരിക്കലും ഒരു രാജാവിന്റെ കീഴിൽ ഭരണം നടത്തിയിട്ടില്ല, ഭാരതം ഒരിക്കലും ഏകമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വാസ്തവത്തിൽ ഭാരതത്തെ ഏകമായി കാണാൻ ഭാരതമുണ്ടായത്, അഥവാ ഇന്ത്യ ഉണ്ടായത് 1947 ഓഗസ്റ്റ് 15 ഇവരുടെ ധാരണ. ആ ധാരണ തെറ്റാണ് എന്ന് എത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവാത്തതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം താഷ്കെൻഡിലായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലുണ്ടായ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലുണ്ടായ പ്രസ്ഥാനമാണ്. ജനതാദൾ, കേരള കോൺഗ്രസ്, എല്ലാ പാർട്ടികളും അതിന്റെ ആവിർഭാവം, ജനനം ഭാരതത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം എന്ന് പറയുന്നത് താഷ്കെൻഡിൽ MN റോയി തുർക്കിയിലേക്ക് പോയ ഒരു വിഭാഗം തീവ്രവാദികളെ, മത തീവ്രവാദികളെ, ഖലീഫയെ കാണാൻ ഖിലാഫത്തിന്റെ പേരിൽ പോയ മത തീവ്രവാദികളെ, ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ മത തീവ്രവാദികളെ അവിടെ താഷ്കെൻഡിൽ തടഞ്ഞു നിർത്തി MN റോയി നിങ്ങൾക്കും ഇന്ത്യ വേണ്ട, ഞങ്ങൾക്കും ഇന്ത്യ വേണ്ട, അങ്ങനെ ഇന്ത്യ വേണ്ടാത്തവരുടെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സമ്മേളനം 1925 കാൻപൂറിലാണ് നടന്നത്. ആ സമ്മേളനത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ബാനർ വെച്ചു. ആ ബാനർ വെച്ചതിന്റെ പേരിൽ ഇന്ത്യ ഇല്ലാത്തവർക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് ആ ബാനർ വെച്ച സംഘാടകനായ സത്യപാക്തയെ തല്ലി പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ ഈ DNA-യിൽ ഇന്ത്യയില്ല. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ചിത്രത്തെ ഇവരെതിർക്കുന്നത്? അത് മതപരമായ ചിഹ്നം അതിലുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് മതപരമായ ചിഹ്നം? താമരപ്പൂവാണോ മതപരമായ ചിഹ്നം? താമരപ്പൂ മതപരമായ ചിഹ്നമായ ദേശീയ പുഷ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി കാവിക്കൊടിയാണോ മതപരമായ ചിഹ്നം? അങ്ങനെയാണെങ്കിൽ ഗവർണർ പറഞ്ഞല്ലോ, കാവിക്കൊടി മാറ്റിയിട്ട് ദേശീയ പതാക നമുക്ക് വെക്കാം, പറഞ്ഞല്ലോ. എന്തിനെയാണ് അവർ എതിർക്കുന്നത്? ഇനി ആ ചിത്രത്തിന്റെ പുറകിൽ ഒരു ഭൂപടമുണ്ട്, അത് ഇന്ത്യൻ ഭൂപടമല്ല എന്നാണ് പറയുന്നത്. ചിത്രത്തിന്റെ പിന്നിലുള്ളത് ഒരു കൃത്യമായ ഭൂപടമല്ല, അതൊരു ഗ്രാഫിക്സ് ആയിട്ടുള്ള അഖണ്ഡ ഭാരതത്തിന്റെ ഒരു സങ്കല്പം മാത്രമാണ്. അപ്പൊ ഏത് പോർഷനിൽ, ഏത് ഭാഗത്താണ് ഇവർക്ക് വിയോജിപ്പ്? ഇവരുടെ വിയോജിപ്പ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിനെയാണ് അവർ എതിർക്കുന്നത്. കാരണം ഭാരതത്തെ 15 വെട്ടിമുറിക്കണമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ 16 പിന്നെ 17 അപ്പൊ ഭാരതമെന്ന സങ്കല്പമില്ലാത്തവരുടെ ഒരു മനോഗതിയും മനോവിഭ്രാന്തിയുമാണ് ഗവർണറുടെ ഈ വിഷയത്തിൽ കാണിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ഭാരതത്തെ എന്നും പൂജിക്കുന്ന ഗവർണർ ഭാരതാംബ എന്ന സങ്കല്പത്തിൽ ജീവിതം വളർത്തിക്കൊണ്ടുവന്ന അതേത് പ്രസ്ഥാനത്തിലായാലും ശരി, ഹൃദയത്തിന്റെ ഉള്ളിൽ ഭാരതത്തെ രാജ്യസ്നേഹിയായ ഒരു ഗവർണർക്ക് ഭാരതത്തെ ബഹുമാനിക്കുക, ആദരിക്കുക എന്ന് പറയുന്നത് എന്താ തെറ്റ്? അതിനകത്തൊരു ചോദ്യം അവർ ചോദിക്കുന്നത്, ഭരണഘടനാപരമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഭരണഘടനാപരമായിട്ടുള്ള പരിപാടികളല്ലല്ലോ അവിടെ നടക്കുന്നത്. രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ഗവർണർ താമസിക്കുന്ന സ്ഥലമാണ്. ആ ഗവർണർ താമസിക്കുന്ന സ്ഥലത്ത് ഏത് ഫോട്ടോ വെക്കണമെന്ന് തീരുമാനിക്കുന്നത് രാജ്ഭവനാണ്. പിന്നെ അവിടെ ഭരണഘടനാപരമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നു.
ആ സത്യപ്രതിജ്ഞാ ചടങ്ങില്, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങില് ഈ രീതിയിൽ ഒരു ചിത്രം വെച്ചാൽ വേണമെങ്കിൽ നമുക്കത് പറയാം. ഇത് ഭരണഘടനാപരമായ പരിപാടികളൊന്നും അല്ലല്ലോ. നിങ്ങൾ വേണമെങ്കിൽ നടത്തിയാൽ മതി അവിടെ പരിപാടി. ഗവർണർ രാജ്ഭവനിൽ ഭാരതമാതാവിനെ കയറ്റാൻ പാടില്ല എന്ന് പറയാൻ ഇവരാരാണ്? ആ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല.